വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമായിട്ടാണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ലീവിന് നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഞങ്ങളുടെ ഇൻഡോർ ഗാർഡനൊക്കെ ഞാൻ ആദ്യമേ എൻ്റെ ഫസ്റ്റ് ഷോർട്സ് വീഡിയോ തന്നെ എൻ്റെ ഇൻഡോർ ഗാർഡൻ സെറ്റപ്പൊക്കെ ആയിരുന്നു. അതിപ്പോൾ നല്ല രീതിയിൽ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രഷനും കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. കൂടാതെ ഇങ്ങനെ ഫേസ് ടു ഫേസ് കുറേ കാലമായി വന്നിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് ഏരിയൽ വ്യൂ ഒന്ന് കാണിച്ചു തരാം. അതായത് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയാം, ലൈക്ക് ഞങ്ങളുടെ 1 സ്റ്റോറേഡ് ഹൗസാണ്. അതിൽ ഒരു ചെറിയ സെഗ്മെൻറ്റ് മേലിലോട്ട് ഞങ്ങൾ ആക്കിയിട്ടുണ്ട്. ഒരു ബാർ കം ക്രിയേറ്റീവ് കോർണർ, അതുപോലെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഷോക്കേസ് ചെയ്യാൻ ഒരു ഏരിയ ഒക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതാ ഇത്രയൊക്കെ ആയിട്ടുണ്ട് ഗ്രോത്ത്. ലഷായിട്ട് വളർന്നിട്ടുണ്ട് എല്ലാം. ഞങ്ങളില്ലാത്ത ടൈമിൽ അച്ഛനും അമ്മയൊക്കെയാണ് ഇവിടെ ടേക്ക് കെയർ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പരിപാലിച്ച് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നോക്കാം. ഇപ്പം ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ചെടിയായിട്ടുണ്ട്. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ മണി പ്ലാന്റൊക്കെ ഇങ്ങനെ താഴേക്ക് വീഴുന്ന രീതിയിലാക്കാനാണ് പ്ലാൻ. അതിങ്ങനെ പ്രോഗ്രഷനിൽ പോകുന്നുണ്ട്. ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ ആണ്. പിന്നെ എൻ്റെ അമ്മ അവിടെ ഉണ്ട്. അമ്മ ഒരു ഹായ് കാണിച്ചു. അപ്പം ഈ ഒരു ഏരിയ ഇതുപോലെ തന്നെ താഴേക്ക് അതിൻ്റെ വെയിൻസ് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിൽ മണി പ്ലാന്റ് താഴോട്ട് വീഴണം എന്നാണ് ആഗ്രഹം. ഹോപ്പ്ഫുള്ളി നടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത സമയത്ത് ഈ വീട് ഫുള്ളായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നത് അമ്മയച്ഛനൊക്കെയാണ്. അവർ കറക്റ്റ് ടൈമിൽ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ചെടിയൊന്നും നശിച്ചിട്ടില്ല. ഞങ്ങൾ വരുമ്പം പുതിയ ചെടികൾ വെക്കും. കുറച്ച് നാൾ നല്ല രീതിയിൽ ഒന്ന് പിടിച്ചെടുത്തിട്ട്, അതായത് പിടിപ്പിച്ചൊന്ന് ലക്ഷമായിട്ട് ഞങ്ങൾ പോവും. ആ ടൈമിൽ അച്ഛനും അമ്മയും ചെടി നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതൊരു നമ്മുടെ ലിക്കർ കൗണ്ടർ അല്ലെങ്കിൽ ബാർ കൗണ്ടർ എന്ന് പറയാം. പക്ഷേ ഷോ പീസ് മാത്രമാണ്. ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോൾ കൊടുക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയെ മാത്രം വെച്ചിരിക്കുന്നതാണ്. പിന്നെ എൻ്റെ കുറച്ച് ബുക്ക് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. 2 സ്പേസ് എനിക്ക് വിട്ട് തന്നതുകൊണ്ട്. അപ്പോൾ നമുക്കിനി താഴോട്ട് പോയി താഴെ എന്തൊക്കെ കളക്ഷനായിരിക്കുന്നതെന്നൊക്കെ കാണാം. എൻ്റെ ക്യാമറ ആംഗിൾ പിടുത്തമൊന്നും സെറ്റാവുന്നില്ല. പോകെ അതെല്ലാം സെറ്റാക്കാമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം നമുക്ക് ബാക്കി കാണാം. എൻ്റെ വെളിയിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല ചൂട് സമയമാണ്, നല്ല ചൂട് കാലാവസ്ഥയാണ്. എങ്കിൽ പോലും അത്യാവശ്യം നമ്മുടെ ചെടിയൊന്നും നമ്മളെ ചതിച്ചിട്ടില്ല. പക്ഷേ മഴയത്ത് ഇവിടെ വരുമ്പോൾ നല്ല വ്യൂ ആണ്, നല്ല രസമാണ്. ചൂടെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു മാതിരി ചൂടായിപ്പോയി. അതുകൊണ്ടാണ് എങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നമ്മുടെ ചെടികളൊക്കെ ഒരു നല്ല വൈബിലിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വെളിയിലെ ഈ ഒരു വ്യൂ ആണ് നമ്മുടേത്. ഇതൊക്കെ ഞങ്ങൾ നമ്മുടെ കുറ്റിപ്പാലയും ഈ ബുഷൊക്കെ വെച്ചിട്ട് പോയതാണ്. പക്ഷേ ഇവിടുത്തെ വെയിലത്ത് ഇതെല്ലാം നല്ല രീതിയിൽ എത്തിയില്ല. പക്ഷേ എങ്കിലും ഉണങ്ങിയൊന്നും പോയിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പിടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ ഒരു അത്തിമരം വെച്ചതാണ്. അത്തിയും പിടിച്ചു വരുന്നുണ്ട്. ഈ വെയിലത്ത് ഇത്രയൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ വീട് വെച്ചിട്ടിപ്പം ഏകദേശം 2-2.5 വർഷം 3 വർഷം ഒക്കെ ആവുന്നുണ്ട്. അപ്പോൾ വിളക്ക് കത്തിക്കാനുള്ള സെറ്റ് ചെയ്ത് അമ്മ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് വരുന്ന അതിഥികളായതുകൊണ്ട് വിളക്ക് വെപ്പൊക്കെ ഇപ്പം അമ്മയാണ് ഫുള്ള് ചെയ്യുന്നത്. ഇപ്പോൾ കടലാസ് റോസയുടെ 2-3 വെറൈറ്റീസാണ്. ഇതെനിക്ക് അമ്മ തന്നെയാണ്. എൻ്റെ ചെടിവെക്കൽ ഗുരുവാണ് ആ നിൽക്കുന്ന വ്യക്തി. ഇപ്പം ചിരിയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാനൊരു മണി പ്ലാന്റ് ഒരു കുപ്പിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 2 ചെടിയും ഞങ്ങൾ ഇവിടെ വെച്ചിരുന്നതാണ്. പക്ഷേ ഇവിടുത്തെ ആ വെയിലിൻ്റെ ആഘാതം മൂത്ത് ഇലയെല്ലാം മഞ്ഞിച്ചു പോയി. അതുകൊണ്ട് ഞങ്ങളതെടുത്ത് ആ സൈഡിലോട്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നേരത്തെ വീട് വെച്ച ടൈമിൽ വെച്ചിരുന്ന ഒരു ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ് ആയത്. ഇതിൻ്റെ പേരൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നമാണ്. പിന്നെ ഈ സന്ധ്യയ്ക്ക് ഇവിടെ ഉള്ളൊരു വൈബ് എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്. കാരണം കാക്കയുടെ കരച്ചിലല്ല, അതുമുണ്ട്, അതൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ നല്ല ഒന്നാന്തരം നമ്മുടെ തകില്, അതായത് അമ്പലത്തിലൊക്കെ ദീപാരാധന സമയത്തുള്ള ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ലതാണ്. പിന്നെ കലാത്തി ഇവിടെ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്ന ഐറ്റമാണ്. അച്ഛൻ ഞങ്ങളുടെ കല്യാണ സമയത്ത് ഇവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ വന്ന ടൈമിൽ വെട്ടിക്കളഞ്ഞു, അതങ്ങ് പോയായിരുന്നു. പഴയതിലും പിന്നതായിട്ട് നല്ല രീതിയിൽ കിളിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ തൊട്ടപ്പുറത്ത് നല്ല റബ്ബറും കാടാണ്. എന്നാൽ പോലും വലിയ കൊതുകിൻ്റെ ശല്യമൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇതുപോലെ ഇപ്പം നല്ല രീതിയിലുണ്ട് കേട്ടോ. പിന്നെ മണിമുല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റമാണല്ലോ മണിമുല്ല. എൻ്റെ വീട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ മണിമുല്ലയുണ്ട്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുണ്ട്. എനിക്കും ഞാൻ വെച്ചിട്ട് 1 വർഷം ആവുന്നില്ല. അതിന് മുന്നേ 5-6 മാസത്തിനുള്ളിൽ ഇത്രയും വളർന്നു. അതിൽ പൂവും വന്നു. എനിക്കത് വളരെ സന്തോഷമായി. കാരണം ഞാൻ വന്ന ടൈമിലാണ് അത് മുട്ടിട്ടത് ആദ്യമായിട്ട്.
നാട്ടിലേക്ക്. പിന്നെ ഈ ഒരു ഏരിയ ഞങ്ങൾ കുറച്ച് അലങ്കോലമായിട്ട് ഇപ്പോൾ ഇരിക്കുന്നതാണ്. ഇനി ഇവിടെ ഗ്രാസ് എല്ലാം വെച്ച് കുറച്ച് ഔട്ട്ഡോർ ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇനി ഫ്യൂച്ചറിൽ. മെയിൻ കാര്യം ഞങ്ങൾ ഇവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല. വരുന്നത് 10-15 ദിവസത്തെ കാര്യത്തിനോ അല്ലെങ്കിൽ 30 ദിവസമൊക്കെ ആണെങ്കിൽ അത് ഇതാന്ന് പറഞ്ഞു പോകും. ഇതൊക്കെ ഞങ്ങൾ വേറെ വെച്ചിട്ട് പോയ തെറ്റിയായിരുന്നു. അതൊക്കെ ഒരു വല്ലാതായിപ്പോയി. ഇതൊക്കെ കുറ്റി തെറ്റിയ 2-3 ഷെയ്ഡുണ്ട്. പിന്നെ ഇതിൻ്റെ പേരൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. അതൊക്കെ എൻ്റെ വീട്ടിൽ ഇരുന്നത് ഞങ്ങൾ അടിച്ചുകൊണ്ട് വരുന്നതാണ്. ടിപ്പിക്കൽ മോൾ സ്റ്റൈലിൽ. അത്യാവശ്യം ഇതും നല്ല രസമാണ് ഇങ്ങനെ ഇലയൊക്കെ പിടിച്ചിരിക്കുന്ന കാണാൻ. ഇതും ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്, പക്ഷേ ഇവിടെ അമ്മ കൊണ്ടുവന്ന് വെച്ചാണ്, ഇവിടുത്തെ അമ്മ കൊണ്ടു വെച്ചാൽ. അപ്പം ഇപ്പം ഇത് ഔട്ട്ഡോർ ആയിട്ട് ഇരിക്കുക. ഞങ്ങളുടെ വീടിൻ്റെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ലയം. അപ്പോൾ അയലൊക്കെ ഇനി വരുന്ന ടൈമിൽ ഞങ്ങൾ സെറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ബെല്ലയും സിയാമിയൊക്കെ ആ കൂട്ടിലുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ പിന്നെ ഇത് 2-3 വെറൈറ്റിയുള്ള ബഡ് ചെയ്ത കടലാസ് റോസയുടെ ചെടിയാണ്. കിളിച്ച് നല്ല രീതിയിൽ വരട്ടെ. പിന്നെ ഞങ്ങളുടെ ചെമ്പകം ഇപ്പം വെട്ടിയൊക്കെ നിർത്തിയത് കൊണ്ട് ഇങ്ങനെ കിടക്കുവാണ്. പിന്നെ ഈ ഒരു ഏരിയ പിന്നെ കുറേ ബൊക്കമുല്ല എന്നാണ് ഇനി പറയുന്നത്. ഇതിലും എപ്പോഴും ഇതിലെപ്പോഴും പൂ വരുന്നതാണ്. ഇതൊന്നും അങ്ങനെ കഴിഞ്ഞു പോകത്തില്ല. പിന്നെ ഒരു ക്രിസ്മസ് ട്രീയുടെ കൂട്ടത്തെ ഒരു ചെടിയുണ്ട്, അതും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചുകൊണ്ട് വന്നതാണ് ഗൈസ്. ഇങ്ങോട്ട് നോക്കി ഹായ് പറ. അതാണ് എൻ്റെ അമ്മായിയമ്മയാണ് ഇവിടുത്തെ എല്ലാ സെറ്റും ചെയ്യുന്നത്. അമ്മായിമ്മയൊന്നും പറയുന്നില്ല, വിഷയം ഞാൻ വിളിക്കുന്നത്. ഇവിടെ ഇതൊക്കെ ഇപ്പം ഒരു മഞ്ഞപ്പി നിൽക്കുന്നത് ഈ വെയിൽ കാരണമാണ്. അല്ലാത്ത സമയത്ത് നല്ല രസമാണ്. ഫോട്ടോ എടുക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവിടെ വെച്ചെടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്യാം. ഈ ഒരു ടൈമല്ല സത്യം പറഞ്ഞാൽ ഈ ഗാർഡൻ്റെ ടൂർ ചെയ്യേണ്ടത്. ഒരു വെയിലില്ലാതെ നല്ല മഴയൊക്കെ തുടങ്ങുന്ന ടൈമിലാണെങ്കിൽ നല്ല രസമാണ്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഓസൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊന്നും നോക്കണ്ട. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു തെച്ചിപ്പൂവുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പൂ ഓടിക്കുന്ന തെച്ചിയാണ്. നല്ല മണമാണ് ഇവിടെ ഇരിക്കുമ്പം. ആ ഡോറൊക്കെ ജനലൊക്കെ തുറന്നിടുമ്പോൾ നല്ല സെറ്റാണ്. എൻ്റെ ഔട്ട്ഡോർ ഗാർഡൻ ഇത്രയൊക്കെയാണ്. ഇനി ഇൻഡോർ ഗാർഡൻ താഴത്തെ പോർഷനാണിത്. ഞങ്ങൾ ഈ തവണത്തെ വരക്കത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇത് കാണാം. ഇതൊക്കെ നമ്മൾ നേരത്തെയുള്ള വ്ളോഗിലൊക്കെ നിങ്ങളിവിടെ എല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. ഈ മണി പ്ലാന്റൊക്കെ ഞങ്ങൾ പോകുന്ന ടൈമിൽ ഇത്രയൊന്നും വള്ളിയായിട്ടൊന്നും കിടപ്പില്ലായിരുന്നു. പക്ഷേ ഇത്തവണ വന്ന് കണ്ടപ്പം വീടിൻ്റെ ആ ഒരു വൈബേ മാറി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഈ മണി പ്ലാന്റിൻ്റെ റൂട്ടൊക്കെ ഇങ്ങനെ താന്നിറങ്ങി, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇതുപോലെ മണി പ്ലാന്റ് ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതൊക്കെ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. നമ്മൾ വെച്ച ചെടിയൊക്കെ ഇങ്ങനെ നല്ല തഴച്ച് വളർന്ന് നിൽക്കുന്ന കാണുമ്പം ഒരുപാട് സന്തോഷം. എനിക്ക് പൊതുവേ എൻ്റെ വീട്ടിൽ വെച്ച് ഈ ഒരു ചെടിപ്രാന്ത് കുറവായിരുന്നു. കാരണം എൻ്റെ അമ്മയെ പോലൊരു ചെടിപ്രാന്തിയെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പം സെറ്റായി. ഇപ്പം നമ്മൾ വ്ളോഗ് എടുത്ത് രാത്രി സമയമായിട്ടുണ്ട്. നൈറ്റ് വ്യൂ ഞാൻ ലാസ്റ്റ് വീടിൻ്റെ കാണിക്കാം. അപ്പം നമുക്ക് അകത്തോട്ടുള്ള ചെടികളുടെ ഇൻഡോർ ഗാർഡൻ സെറ്റപ്പെല്ലാം കാണാം. ഇൻഡോർ ഗാർഡൻ എന്ന് പറയുമ്പോൾ കൂടുതലും മണി പ്ലാന്റ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. മണി പ്ലാന്റിൻ്റെ ഒരു അഭിഷേകം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറച്ച് വെറൈറ്റീസൊക്കെ ഉണ്ട്. അപ്പം നല്ലൊരു വ്യൂ ആണ്. കയറി വരുന്നവർക്ക് പച്ചപ്പും ഹരിതാഭയും ആ ഒരു വൈറ്റിൽ നിൽക്കുമ്പം ഇഷ്ടപ്പെടും എന്തായാലും. ഞാനൊരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു, അതിലൊരു റൂം ഡെക്കോർ ചെയ്തേക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു വീട്ടിൽ ഇത്രയും ഗ്രീൻ എലമെൻ്റ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഞങ്ങൾ ഇത്തവണത്തെ ലീവിന് വന്നപ്പോൾ ചെയ്ത കുറച്ച് ആഡ് ഓൺസും ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾ കുറേ ആ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഇത്രയൊന്നും ഗ്രോത്ത് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഞങ്ങൾ ഇവിടെ മരം മുറിച്ചിട്ടുണ്ടായിരുന്നു, തേക്ക്. അതിൻ്റെ 2 പോപ്പീസ് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മണ്ണ് നിറച്ച് നമ്മുടെ പുട്ടി മറ്റേ വാർണിഷൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അത് ലക്കി പാമ്പുമാണ് നട്ട് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ മണി പ്ലാന്റ് ഇതുപോലെ കിളിച്ച് ഇത്രയും ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റിൽ നിന്ന് കണ്ടോ, ഇത്രയും ഇറങ്ങിയിട്ടുണ്ട്. ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് കൊണ്ട് വെച്ചല്ല, എപ്പോൾ വന്നാലും ഞങ്ങളുടെ ചെടിയെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പിന്നെ ഈ പീസസ് ഞങ്ങൾ ഇതുപോലെ തന്നെ ആ മരത്തിൻ്റെ നിന്ന് കിട്ടിയതാണ്. അത് ഞങ്ങൾ ഇനി ഭിത്തിയിൽ കുറച്ച് പരിപാടികൾ വെച്ചിട്ടുണ്ട്. ഈ ഒരു 10 ദിവസത്തെ ലീവിൽ മാക്സിമം ഞങ്ങൾ ചെയ്തു. അപ്പം ബാക്കി പിന്നത്തേക്കെന്ന് പറഞ്ഞ് വെച്ചേക്കാണ്. ഞങ്ങളുടെ ബുദ്ധന്മാരെയൊക്കെ കണ്ടു. ഇപ്പം വൈഫൈ നമ്മൾ റീസെൻ്റായിട്ട് സെറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ വയർ വന്നതിൻ്റെ ഒരു വൃത്തികേടുണ്ട്. അല്ലാതെ എല്ലാം ഓക്കെയാണ്. പിന്നെ എൻ്റെ ഗിത്താറും കാര്യങ്ങളും. ഇത് ഫേൺസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ചെടിയാണ്. അതും ഈ ഒരു ഏരിയയിൽ നല്ല ഭംഗിയാവും. നമുക്ക് ഫോട്ടോ എടുക്കാൻ ഈ വീട്ടിൽ എവിടെ വേണമെങ്കിലും പറ്റും. അതാണ്. പിന്നെ ഞങ്ങളുടേതായ 2x2 ഫ്രെയിം മാത്രമേ ഞങ്ങളിവിടെ വെച്ചിട്ടുള്ളൂ. വേറെ ഒന്നും വെച്ചിട്ടില്ല. ഒരുപാട്
നമ്മുടേതായിട്ടുള്ള ഫോട്ടോസൊക്കെ ഇനി ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ വീണ്ടും ഭംഗി മാറാതെ വെക്കണമെന്നുണ്ട്. ഇത് ഞങ്ങളുടെ 2 ഫേവറേറ്റ് പിക്ചേഴ്സാണ്. ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് രണ്ടും. അപ്പം ഇവിടെ നല്ല രീതിയിൽ മണി പ്ലാന്റ്സും കാര്യങ്ങളും ഉണ്ട്. ഇതാ ആ തടിയുടെ തന്നെ കണ്ടിന്യൂഷനാണ്. പിന്നെ അവിടെ പാംസ് ഉണ്ട്. ആ പാം ഏരിയയും നമുക്കൊരു ഫോട്ടോ ഫേസ് തരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. നമ്മുടെ ഡൈനിങ് ഏരിയ ആണ്. നമ്മുടെ ഡൈനിങ് ഏരിയ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊജക്ഷൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ലക്കി ബോംബൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി ക്ലസ്റ്റേർഡ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ഈ 2 ചെടിയും നമ്മുടെ ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ഇതൊരു പീസ് ലില്ലിയാണ്. ഫ്ലവർ ചെയ്തിട്ടില്ല. ഫ്ലവർ പുതിയ ഇലയാണ്. ആ ചുരുങ്ങി നിൽക്കുന്നതല്ല, ഉണങ്ങി നിൽക്കുന്നതല്ല. അത് നമ്മുടെ CC പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. വാഷ് ഏരിയയാണ്. വാഷ് ഏരിയയിൽ ഒരു ക്യൂട്ട് ബുദ്ധനും ഒരു മണി പ്ലാന്റും വെച്ച് ഭയങ്കര മിനിമലാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു വാഷ് ബേസിൻ ഏരിയയിലെ ഒരു ഗ്രീനറി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം ഇനിയും ബാക്കി വിശേഷങ്ങൾ നമുക്ക് ബാംഗ്ലൂർ വെച്ച് കാണാം. അതുവരേക്കും ബൈ ബൈ. നമ്മുടെ നൈറ്റ് വ്യൂ കാണിക്കാം. നൈറ്റ് വ്യൂ കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗി തോന്നും. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു നൈറ്റ് വ്യൂ. ഗ്രീനും കുറച്ച് ഇനി ഫ്യൂച്ചറിൽ നമ്മുടെ ഈ ഏരിയയിലെല്ലാം ചെടികൾ വരും. കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആവും. ഇതാണ് നമ്മുടെ വീടിൻ്റെ വീഡിയോ.